നല്ല ചൂട് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ സൈഡായിട്ട് കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും കേട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ചൂടായിട്ട് വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള എടുക്കുമ്പോൾ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ഒക്കെ എടുക്കാം. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വാടി വരണം. ഇതുപോലെ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഒരു 8-10 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയാണ് എടുത്തത്. ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽമുളക് നല്ലോണം തന്നെ ഒന്നും കൂടെ ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റി ഉള്ളിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ ശരിക്കും മാറി ചില്ലി ഫ്ലേക്സും ഒക്കെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ വാടി ശരിക്കും കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മതി. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് മാത്രം ഒന്ന് മുന്നിൽ നിൽക്കാനാണ് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തത്. പൊടികളിലേക്ക് ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത 2 ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഒരുപാട് വലുതുമാക്കണ്ട, എന്നിട്ട് തീരെ ചെറുതുമാക്കണ്ട. ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സാക്കി ശരിക്കും ഒന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം മൂടി വെച്ച് പകുതി വേവായി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 തവണ ഒന്നുകൂടെ ഇളക്കിയിട്ടും കൂടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ സമയം എരിവ് ഒരു നുള്ളു മുന്നിൽ നിൽക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സും എരിവുള്ള മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തല്ലേ. ഇനിയിപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നോളും. അങ്ങനെ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ. ഒരെണ്ണം എടുത്ത് ഒന്ന് തൊട്ട് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിലല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത്രയും ഉള്ള വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. തീരെ അങ്ങോട്ട് പൊടിയൊന്നും അല്ലാതെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടച്ചു വെച്ച് വേവിക്കണം നിർബന്ധമൊന്നുമില്ല. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി ഇതേപോലെ തുറന്ന് വെച്ച് വേവിച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കിയിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവാതെ നമ്മുടെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒരു 1/4 ഭാഗം വേവായതിനു ശേഷം മാത്രം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡാണ്. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.